ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഷിക്കോൻ്റെ ഒരു കുഞ്ഞ് ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഷിക്കോൻ്റെ ഉമ്മാനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഷിക്കോന് കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഉമ്മാനെ ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണിക്കണം എന്ന്. കാരണം ഷിക്കോൻ്റെ വാപ്പ ഒമാനിലായിരുന്നു. പക്ഷേ എന്താ പറയുക, വാപ്പ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടുത്തെ സ്ഥലങ്ങൾ കാണിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഉമ്മ അങ്ങനത്തെ പുറം രാജ്യത്തൊന്നും പോയിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ വന്ന് കാണിക്കണം എന്ന് ഷിക്കുവിൻ്റെ ഭയങ്കരമായ ആഗ്രഹമാണ്. ഇതിനു മുമ്പും കാണിക്കായിരുന്നു, പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് റൂമും കാര്യങ്ങളായിട്ടൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് കുഞ്ഞു രീതിക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഷിക്കുവിൻ്റെ വാപ്പാണെങ്കിൽ ഉംറക്ക് പോവാണ്. അപ്പോൾ ഒരു 15 ദിവസത്തെ ഗ്യാപ്പിന് ഉമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ഞങ്ങൾ ടാക്സിക്കാണ് പോണത്. അപ്പോൾ ഒമേഗ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണല്ലോ ദുബായ് സൈഡിലേക്ക് പോകാൻ നോക്കിയപ്പോൾ ലിഫ്റ്റൊക്കെ 12 സംതിങ് ആയതുകൊണ്ട് ലിഫ്റ്റൊക്കെ ആകെ ക്ലോസ് ചെയ്തേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇച്ചുവിനെയും പൊക്കി പിടിച്ച 3 ഫ്ലോറും കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി ചത്ത് ഗൈസ്. എന്നിട്ട് പിന്നെ നമ്മൾ ടാക്സി സ്റ്റാൻഡിൻ്റെ അവിടേക്കാണ് പോണത്. ഉമ്മയുടെ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങണത് പുലർച്ചെ 2 മണിക്കാണ്. സ്പൈസ് ജെറ്റായിരുന്നു ഫ്ലൈറ്റ്. പിന്നെ നമ്മൾ ടാക്സിക്ക് ടെർമിനൽ 1 പോണത്. ദുബായ് സൈഡിലുള്ള ടെർമിനൽ 1 പോണത്. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ദൂരം, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ഷിക്കുവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കൊണ്ടുവരണം എന്നുള്ളത്. പിന്നെ ഞാനിങ്ങനെ മനസ്സിൽ കുറേ പ്ലാനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഉമ്മാനെ സർപ്രൈസിങ് ആക്കണ രീതിയിൽ വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ എനിക്കെന്തോ എയർപോർട്ട് എത്തിയപ്പോൾ തൊട്ട് എന്തോ ഒരു വയറുവേദന വന്നു തുടങ്ങി. പിന്നെ കുറച്ചെത്തിയപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊളത്തിപ്പിടിക്കണ പോലൊക്കെ തോന്നി വയറ്. എന്തിൻ്റെയാണെന്ന് അറിയില്ല. അപ്പം ഞാനും ഷിക്കും കൂടി പോയിട്ട് അവിടെ കുറച്ച് നേരം ചെയറിലൊക്കെ ഇരുന്ന്. നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 1:40 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അന്ന് ആ സ്ക്രീനിൽ പോയി നോക്കാം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയി. സ്ക്രീനിൻ്റെ അവിടേക്ക് പോകാമെന്ന് വെച്ച്. അതിൻ്റെ ഇടയിൽ ചൂസ് കുറച്ച് നേരം കളിക്കുന്നതൊക്കെയാണ്. തീരെ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇതിൽ കണ്ട് സ്പൈസ് ജെറ്റിൻ്റെത് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കൂലേ, നമ്മൾ ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ നോക്കി നിൽക്കൂലേ, ആ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നേരം നിന്ന്. കുറേ നേരം നിന്നിട്ട് ഉമ്മാനെ കാണില്ല. എന്നിട്ട് ഞാൻ ഷിക്കുവിനോട് പറയുന്നുണ്ട്, നമുക്ക് ബാക്കിൽ കൂടെ പോയിട്ട് തോണ്ടി വിളിച്ചാൽ മതി, ഉമ്മാനെ കാണുമ്പോൾ തന്നെ നമ്മൾ ബാക്കിൽ നിൽക്കണം, അല്ലെങ്കിൽ ഉമ്മാക്ക് നമ്മളെ മനസ്സിലാക്കി വീഡിയോ എടുക്കാനുള്ള കാരണമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ കുറേ നേരം 1 മണിക്കൂറായിട്ടും നിന്നിട്ട് ഉമ്മാനെ കാണില്ല. അങ്ങനെ പിന്നെന്താ ഇരിപ്പായി അവിടെ. പിന്നെ കുറച്ച് നേരം നോക്കിയപ്പോൾ ഷിക്കുവിനൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു. ഉമ്മ സംഭവം ഇവിടെ വന്നിട്ട് പുറത്തേക്ക് പോയേക്കാണ്. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ അല്ല പോയേക്കണത്. ഉമ്മ വേറെ ഏതൊക്കെയോ വഴി കൂടെ പോയി. ആരുടെയോ ഫോൺ ഓൾറെഡി ഉമ്മയുടെ കയ്യിൽ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഉമ്മക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരാണെങ്കിൽ ഷിക്കുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്പർ ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾറെഡി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, 1.5 മണിക്കൂറായിട്ടും ഉമ്മാനെ മാത്രം അറൈവലിൻ്റെ സ്ഥലത്തേക്ക് കാണുന്നില്ല. അങ്ങനെയാണ് ഷിക്കുവിനെ ഏതോ ഒരു ഹിന്ദിക്കാരൻ വിളിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ടാക്സി സ്റ്റാൻഡിൻ്റെ അവിടെ എങ്ങാണ്ടുണ്ട് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഞങ്ങൾ പുറത്ത് വന്ന് നോക്കി, അവിടെ കാണില്ല. ഉമ്മ പറഞ്ഞത് ഇങ്ങനെ കാറുകളൊക്കെ പോണ സ്ഥലത്ത് ഞങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഷിക്കു അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട്, പക്ഷെ കാണില്ല കേട്ടാ. എൻ്റെ ഉള്ള പ്ലാനിങ്ങൊക്കെ പോയി. കാരണം വീഡിയോ എടുക്കാതൊക്കെ വെച്ചിട്ട് ഞാൻ അപ്പത്തൊട്ട് ക്യാമറ ഓണാക്കി നിൽക്കണതാണ്. പക്ഷേ ഉമ്മ വേറെ ഏതൊക്കെയോ വഴി കൂടെ പോയി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വീണ്ടും ആൾ വിളിച്ച് നോക്കിയപ്പോൾ ആൾ പറഞ്ഞു ടാക്സികൾ മാത്രമുള്ള സ്റ്റാൻഡിലിരുന്ന് നോക്കുമ്പോൾ എന്താ ടാക്സി സ്റ്റാൻഡിൽ വന്നാണ് മൂപ്പരാൾ നിൽക്കുന്നത്. ഏതോ ഒരാൾ ടാക്സിയുടെ ഇതെന്ന് പറഞ്ഞപ്പോൾ അവരെ കൂടെ ഉമ്മ വന്നേക്കാണ്.
എന്താ സംഭവം എന്നറിയാം, ഉമ്മാനോട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പുറത്തേക്ക് ഒരു എക്സിറ്റ് ഉള്ളൂ. ആ എക്സിറ്റ് വഴിയാണ് നോർമലി എല്ലാവരും വരാറ്. പക്ഷേ എയർപോർട്ടിൽ നിന്ന് എന്തോ അറബികളോ ചിലപ്പോൾ വല്ല അറബി സംസാരിക്കുന്ന ആൾക്കാർ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഓരോരുത്തരെ വിളിക്കുമല്ലോ, ടാക്സിയിൽ വായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമല്ലോ അവരെ കാണുമ്പോൾ. അങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഉമ്മ ടാക്സി എന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്ര നെഹീന്ന്. എന്നിട്ട് എങ്ങനെയൊക്കെ ടാക്സിയുടെ അവിടേക്ക് എത്തി. അതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ അവിടെ 1.5 മണിക്കൂറായിട്ട് ഞാൻ ക്യാമറ പിടിച്ച് ഓണാക്കി നിൽക്കായിരുന്നു, പക്ഷെ കണ്ടില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ടാക്സിക്ക് തന്നെ കേട്ടോ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വന്നത്. ഒരു 4 മണി ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഫ്ലാറ്റിലോട്ട് പോവാണ്. പിന്നെ ഇച്ചൂസിൻ്റെ ആ സ്ക്രോളർ ഉള്ള കാരണം ഭയങ്കര ഉപകാരമാണ്, എല്ലാ സംഭവങ്ങളും നമ്മൾ കയറിപ്പോവും. അങ്ങനെ നമ്മൾ കയറുന്നു. നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ റൂം വരുന്നത്. അങ്ങനെ പിന്നെ ഉമ്മ ഒരു 15 ദിവസമേ ഉണ്ടാവുള്ളൂ, കാരണം വാപ്പ വരുന്നേക്കാട്ടിലും മുമ്പായിട്ട് ഉമ്മാക്ക് പോകണമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു 15 ദിവസം ഉണ്ടാവുള്ളൂ ഉമ്മ ഇവിടെ. അതിനുള്ളിൽ ദുബായിത്തെ എല്ലാ സ്ഥലങ്ങളും ഓൾമോസ്റ്റ് എല്ലാ മെയിൻ സ്പോട്ടുകളും കാണിച്ചു കൊടുക്കണം എന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മളെ റൂം. ഉമ്മ റൂമിൽ കയറി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പെട്ടി തുറക്കൽ പരിപാടിയായി. കുറച്ച് ബീഫൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കേടാവണം കുറച്ച് ഫ്രിഡ്ജിൽ വെക്കണം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തുറന്ന് മറ്റേ തേങ്ങ ചിരകിയതും ബീഫും വേപ്പലയും പിന്നെ അച്ചാർ ഓൾറെഡി ലീക്കായി. പിന്നെ വീട്ടിലുണ്ടായ കായ, പിന്നെ കുറേ ചിപ്സുകൾ, പിന്നെന്തായിരുന്നു കോഴിവാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പപ്പടം, അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു പെട്ടി എൻ്റെ വീട്ടിൽ നിന്നുള്ളതായിരുന്നു. തുറക്കണ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ടും. ഇത് ഓൾറെഡി അച്ചാറൊക്കെ ലീക്കായ കാരണം എനിക്ക് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാം തുടച്ചിട്ടൊക്കെയാണ് എടുത്തിരുന്നത്. പിന്നെ ഇത് നമ്മളെ വീട്ടിലുണ്ടായ പച്ചമുളക് ഉണ്ട്, ഷിക്കുവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന പച്ചമുളകൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു പെട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഇനി തുടരെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.